സോ പി എച്ച് പിയിൽ നമ്മൾ അടുത്ത സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് അറേസ് ആണ്. അറേസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അപ്പോൾ അറേ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് സ്റ്റോർസ് വൺ ഓർ മോർ ഡേറ്റ വാല്യൂസ് ഹാവിങ് സം റിലേഷൻ എമോങ് ദം. അതായത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ കാണും, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. അതിനകത്ത് നമ്മളൊരു ഡേറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തങ്ങ് വെച്ചേക്കും. ഇപ്പൊ നമുക്കൊരു 10 സ്റ്റുഡൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നുണ്ട് സ്റ്റോർ ദ മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ദെൻ ഇൻസ്റ്റെഡ് ഓഫ് ഡിഫൈനിങ് 10 ഡിഫറെന്റ് വേരിയബിൾസ് ഇറ്റ്സ് ഈസി ടു ഡിഫൈൻ ആൻ അറേ ഓഫ് 10. ഓക്കെ, അപ്പൊ നമുക്ക് 10 സ്റ്റുഡൻസിന്റെ മാർക്സ് നമുക്ക് 10 വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ ഒരു കളക്ഷൻ ഓഫ് ആ മാർക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്സ് ആണ്. അപ്പൊ ആ കളക്ഷൻ ഓഫ് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഒറ്റ വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതൊരു അറേയുടെ ഒരു യൂസ്ഫുൾ സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറേയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഇങ്ങനെയാണ് അറേ എന്ന് പറഞ്ഞാൽ, അറേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിൽ റൗണ്ട് ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ വാല്യൂസ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ എലമെന്റ്സ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ അറേ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇത് കാണിക്കുന്നത്. അതിൽ 3 വേരിയബിൾസ് ഉണ്ട്, അറേ 1, അറേ 2, അറേ 3. അപ്പോൾ അതിൽ എങ്ങനെ നമുക്ക് എലമെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കാം അതാണ് ഇതിനകത്ത് പറയുന്നത്. സോ 3 ടൈപ്പുള്ള അറേസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് നമുക്ക് ഇൻഡെക്സ്ഡ് അറേയും, രണ്ടാമത്തത് അസോസിയേറ്റീവ് അറേ, മൂന്നാമത്തത് മൾട്ടി ഡയമെൻഷണൽ അറേ. ഇപ്പൊ ഈ മേളിലത്തെ ഈ ഒരു വേരിയബിൾസ് നോക്കുകയാണെങ്കിൽ 3 അറേസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അറേ എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് അറേ ആണ്. അതായത് നോർമലി നമ്മളുടെ എലിമെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അതിന് ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത്. ഇതിന് ഓരോ എലമെന്റിനും ഓരോ ഇൻഡെക്സ് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് അറേയിലെ അസോസിയേറ്റീവ് അറേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കീ വാല്യൂ പെയർസ് ആയിരിക്കും. ഓക്കെ, ഓരോ എലമെന്റ്സിലും കീ വാല്യൂ പെയർ ആയിരിക്കും. അതിനാണ് നമ്മൾ അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. പിന്നെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ അറേക്കകത്ത് തന്നെ പിന്നെയും അറേ, അതായത് ഓരോ എലമെന്റ്സിലും ഓരോ അറേ ആയിരിക്കും, ഓരോ അറേ ടൈപ്പ് ആയിരിക്കും. അതിന് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ ആയിരിക്കും നമ്മൾ അതിനെ വിളിക്കുക. ചിലപ്പോൾ ഇതിന്റെ മിക്സഡ് വേണമെങ്കിൽ വരാം. അതായത് ഒരു അറേക്കകത്ത് ചിലപ്പോൾ ഇൻഡെക്സ് അറേ കാണും, ഇൻഡെക്സ് എലമെന്റ്സ് കാണും, പിന്നെ അസോസിയേറ്റീവ്, ചിലപ്പോൾ മൾട്ടി ഡയമെൻഷണൽ, ഇങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്തും വരാം. ഓക്കെ, സോ 3 ടൈപ്സ് ഓഫ് അറേസ് ആണ് പി എച്ച് പിക്കകത്തുള്ളത്: ഇൻഡെക്സ് അറേ, അസോസിയേറ്റീവ് അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ. അപ്പോൾ അതിൻ്റെ ഓരോ എക്സാമ്പിൾ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അറേ 1 എന്ന് പറയുന്നത് ആക്ച്വലി 10, ഇത് ആക്ച്വലി ഇൻഡെക്സ്ഡ് അറേ ആണ്. ഓക്കെ, ഓരോ എലമെന്റിനും ഇതിന് ഇൻഡെക്സ് കാണും. ഓക്കെ, വേരിയബിൾ ഡംപ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻ കിട്ടും. അതായത് ഈ ഒരു അറേയുടെ ഇൻഫോർമേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറേയുടെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, 4 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അറേ ഓഫ് 4, അതിൻ്റെ കേർലി ബ്രാക്കറ്റ്സിനകത്ത് ഓരോ ഇൻഡെക്സിലും അതായത് ഓരോ എലമെന്റ്സിന്റെ ഇൻഫോർമേഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 0th ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു 10 ആണ്. അപ്പോൾ ആക്ച്വലി അത് ഇൻഡിജർ 10 എന്ന് പറയും. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, ASD എന്ന് പറഞ്ഞ സ്ട്രിങ്, അതിന്റെ ഇൻഫോർമേഷൻ ആണ് കാണിക്കുന്നത്. അത് വാർഡംപ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് അതിന്റെ വാല്യൂയുടെ ഇൻഫോർമേഷൻ നമുക്ക് തരും. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ഇൻഡെക്സ്ഡ് അറേ. അത് കഴിഞ്ഞ് ഇനി അടുത്ത് നോക്കാം. ഇൻഡെക്സ്ഡ് അറേ സെയിം തന്നെയാണ്, കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് തന്നെ. നമുക്ക് ഇതിന്റെ ഓരോ എക്സാമ്പിൾസ് ഉണ്ട്. സോ ഈ ഓരോ എക്സാമ്പിൾസിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അസോസിയേറ്റീവ് അറേ. ഓക്കെ, അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ എലമെന്റ്സിലും കീ വാല്യൂ പെയർ ആയിരിക്കും. അതിനെയാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിനകത്ത് അറേ ബ്രാക്കറ്റിനകത്ത്, റൗണ്ട് ബ്രാക്കറ്റ്സിനകത്ത് ഓരോ എലമെന്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കീ വാല്യൂ പെയർസ് ആയിരിക്കും. ഇപ്പൊ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കീയും മുംബൈ എന്ന് പറയുന്നത് വാല്യൂ, അതുപോലെ തെലങ്കാന എന്ന് പറയുന്ന കീ, ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. സോ ഇത് കീ വാല്യൂ പെയർ ആണ്. ഇതിനാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. ഈ അറേ റൗണ്ട് ബ്രാക്കറ്റ്സ് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കാം. ഓക്കെ, സോ 2 ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. അറേ ഓഫ് ഇങ്ങനെ ഒരു ടൈപ്പ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിനകത്ത് എലമെന്റ്സ് എഴുതാം. നമ്മൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് അറേ സ്പെസിഫൈ ഇല്ല, സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ട്, അതുപോലെ നമുക്ക് ഇതിനും PHPയിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റീവ് അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ അറേനെ ലൂപ്പ് ചെയ്യാം. അതായത് $ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് നമ്മളൊരു അറേ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ അറേയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഫോർ ഈച്ച് ലൂപ്പ് വെച്ച് വിളിക്കും. ഫോർ ഈച്ചിനകത്ത് $ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ അറേയാണ്. ആസ്
ഓക്കെ, ആസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡോളർ കീ പിന്നെ ഡോളർ വാല്യൂ. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇത് കീ വാല്യൂ പെയർ അല്ലേ, അപ്പം നമുക്ക് ഇത് വേണ്ടത് കീയും വാല്യൂയും വേണം. ഓക്കെ, അപ്പം അതിൻ്റെ ലൂപ്പ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ ഓഫ് ഡോളർ കെ ഈസ് ഡോളർ വി, അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഡോളർ കെ എന്ന് പറയുന്നത് കീ ആണ്, ഇതോടെ മഹാരാഷ്ട്ര, തെലങ്കാന, യു പി എന്നൊക്കെ പറയുന്നത് കീ ആണ്. പിന്നെ ഡോളർ വി എന്ന് പറയുന്നത് ആക്ച്വലി വാല്യൂസ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ട്, അറേനെ ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പിൽ വെച്ച് ചെയ്യാം, അത് സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അതിൽ നമ്മൾ കൗണ്ട് ഓഫ് കീസ് ഒക്കെ എടുത്തിട്ട് നമ്മളിവിടെ വെച്ചിട്ട് ലൂപ്പ് ചെയ്യും. ഓക്കെ, ലൂപ്പ് ചെയ്ത് നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഡോളർ ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഡോളർ കീസ് എന്ന് പറയുന്ന ഇതിൻ്റെ കൗണ്ട് എടുക്കും. ഓക്കെ, എത്രയാണ് ഇതിൻ്റെ, അപ്പോൾ ആ കൗണ്ടിനനുസരിച്ചായിരിക്കും കൗണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇതിനകത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഫോർ ലൂപ്പും ഫോർ ഈച്ച് ലൂപ്പും വെച്ച് നമുക്ക് അസോസിയേറ്റീവ് അറേസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓരോ എക്സാമ്പിളാണ്, നിങ്ങൾക്കിത് റെഫർ ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് PHP മൾട്ടി ഡയമെൻഷണൽ അറേ. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെയും ഒരു അറേ കാണും, അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ അറേ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 ഡയമെൻഷണൽ അറേ. 1 ഡയമെൻഷണൽ ഇൻഡെക്സ് അറേ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളുടെ ഈ ഇൻഡെക്സ്ഡ് അറേ ആണ്. പിന്നെ 1 ഡയമെൻഷണൽ അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് അറേ, അതായത് നോർമൽ അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ 2 ഡയമെൻഷണൽ ഇൻഡെക്സ് അറേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് മൾട്ടി ഡയമെൻഷണൽ ആണ് പറയുന്നത്. മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ. ഇവിടെ 2 ഡയമെൻഷൻ ഇൻഡെക്സ് അറേ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടോ ഈ അറേക്കകത്ത്, മെയിൻ അറേക്കകത്ത് തന്നെ സബ് അറേസ് ഉണ്ട്. ഓരോ എലമെന്റിലും സബ് അറേസ് ഉണ്ട്, സബ് അറേസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 2 ഡയമെൻഷണൽ അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുന്നതും ഇങ്ങനെയാണ്. അതിൽ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ ആണ് ഇതിനെ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ 2D അറേയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ എക്സാമ്പിളിനകത്ത് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് റെഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ പോകെ നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഓരോന്ന് ചെയ്തങ്ങ് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അറേ ഫങ്ഷൻ ആണ്. അറേ ഫങ്ഷന് മുമ്പേ നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് അറേസ് എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റന്റ് അറേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് അറേ, കോൺസ്റ്റ് എന്ന് പറഞ്ഞൊരു ഈ ഒരു സാധനമുണ്ട്, കോൺസ്റ്റ് അറേ. ഇത് ആക്ച്വലി PHP വെർഷൻ 5.6 മുന്നേ നമുക്കിത് ഇങ്ങനെ കോൺസ്റ്റന്റ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് 5.6 ഓൺവേർഡ്സിൽ നമുക്ക് ഇങ്ങനെ കോൺസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ PHP 7 തൊട്ട് ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റന്റിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, PHP 7 മുന്നേ ഉള്ളതാണ് ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ കോൺസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മളൊരു അറേ നമ്മൾ ഫ്രൂട്ട്സിനകത്ത് കോൺസ്റ്റന്റിനകത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാർ ഡംപ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ആ അറേയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺസ്റ്റന്റ് അറേസ് PHP 7 ഓൺവേർഡ്സ്. ഇനി PHP 7 തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഡിഫൈൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഡിഫൈൻ ഫംഗ്ഷനകത്താണ് നമ്മൾ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ കോൺസ്റ്റന്റ് നെയിം ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് നെയിം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അറേ ആയിരിക്കും. ആ അറേ നമ്മൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് അത് പ്രിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് ഇവിടെ കാണിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ കോൺസ്റ്റന്റ് അറേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് PHP ഫങ്ഷൻസ് ആണ്. സോ ഫങ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, സോ അറേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് തരാം. ഓക്കെ.